ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ഗുസ്ത എന്ന ഇൻഫിനിറ്റീവ് വെർബ് എങ്ങനെ നമ്മൾക്ക് കോൺജുഗേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതും സെയിം വെർബാണ്. ഗുസ്ത എയാൾ എൻഡ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റീവ് വെർബ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഗുസ്താർ, എന്താണ് ഗുസ്താറിൻ്റെ മീനിങ് ഓർക്കുന്നുണ്ടോ? ടു ലൈക്ക് അല്ലെങ്കിൽ ടു ബി പ്ലേസ്ഡ്. നോക്കാം. ഗുസ്താർ ഇൻ ദ ഇൻഡിക്കേറ്റീവ് പ്രത്യരിത്തെ. ഗുസ്താർ ഇൻ ദ ഇൻഡിക്കേറ്റീവ് പ്രത്യരിത്തെ. സിമ്പിൾ പാസ്റ്റ് ടെൻസിന് സ്പാനിഷായിട്ട് പറയുന്നതാണ് ഇൻഡിക്കേറ്റീവ് പ്രത്യരിത്തെ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ജസ്റ്റ് കഴിഞ്ഞു, കണ്ടിന്യൂഷൻ ഒന്നുമില്ല, ഹാപ്പൻഡായി. അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഐ എയ്റ്റ്, ഐ സ്ലെപ്റ്റ്, ഐ റാൻ, അങ്ങനെ ജസ്റ്റ് കഴിഞ്ഞു. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, ഗുസ്താർ എന്ന വെർബ് സാധാരണ വെർബ് പോലെ ഒരു ഉള്ള പാറ്റേൺ അല്ല. നമ്മൾ ഇതിന് ഒരു എന്താണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഐ, ഹി എന്നുള്ള സബ്ജക്റ്റീവ് പ്രോനൗണിന് പകരം ഐയുടെ, ഹീയുടെ, വിയുടെ ഒക്കെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രോനൗൺ. അപ്പോൾ എന്താണ് ഐയുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ? മേ. മേ ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് പ്രോനൗണും കൂടിയാണ്. അപ്പോൾ മേ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ എന്ന വ്യക്തിയെയാണ് മേ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഐ ലൈക്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഐ ലൈക്ട്, ലൈക്ക് അല്ല, LIKED, ലൈറ്റ്. എങ്ങനെ പറയാം? ആമി. ആമി എന്ന് പറഞ്ഞാൽ ടു മീ. ആ ടു എന്നൊരു അർത്ഥമാണ് സ്പാനിഷ്. ആമി, അതി, അങ്ങനെ. അപ്പോൾ ആമി, മീ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യണ എന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ എങ്ങനെ വരും? മേ. മേ. ഗുസ്തോ, ഗുസ്തോ. മെഗുസ്ത അല്ല, മെഗൂസ്തോ. മെഗുസ്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ് ഐ ലൈക്ക്. അത് പാസ്റ്റ് ആയപ്പോൾ ഗുസ്ത ഗുസ്തോ എന്ന് വന്നു. അപ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ എന്തെങ്കിലും ഐ ലൈക്ക് എന്നാണോ പറയണത്, ലൈക്ട് എന്നാണോ പറയണത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കണം. നിങ്ങൾ ലൈക്ക് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ അവിടെ ഐ ആണെങ്കിൽ മേ ഗുസ്തോ, ടു മീ, ആ മീ, എന്നെ, എനിക്ക്, ടു മീ, എന്നെക്കുറിച്ച് പറയണം, എനിക്ക് me gustó, I liked. ഇനി അത് നമ്മൾ സിംഗുലറിലാണ്. ഇപ്പം ഞാൻ ഒരു സിംഗുലർ ഒബ്ജക്റ്റിനെയാണ് ഞാൻ ലൈക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും മേ ഗുസ്തോ എന്ന് മാത്രമേ പറയുള്ളൂ. ഇനി അതൊരു പ്ലൂറലാണ്. പ്ലൂറൽ നമുക്ക് ഇഷ്ടപ്പെടാമല്ലോ, ഗ്രൂപ്പ് ഓഫ് എന്തെങ്കിലും. അപ്പോൾ മേ ഞാൻ തന്നെയാണ്, അതിന് മാറ്റമില്ല. ബട്ട് ഈ ഗുസ്താറിൻ്റെ ഗുസ്തോ എന്നുള്ളത് സിംഗുലറിനാണ്, ഗുസ്താറോൺ എന്നായിട്ട് മാറും. നമ്മൾ പ്രസൻറ്റിൽ പഠിച്ചത് എന്താണ്? ഗുസ്താൻ എന്നാണ് പഠിച്ചത് പ്ലൂറലാണെങ്കിൽ. ഐ ലൈക്ക്, പിന്നെ അത് പ്രസൻറ്റ്. ഇപ്പം ഇത് ഗുസ്താറോൺ, മേ ഗുസ്താറോൺ. ഇപ്പം ഞാനത് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. Me gustó la casa. I liked the house. അപ്പോൾ ഹൗസ് അത് സിംഗുലർ ആയതുകൊണ്ട് മേ ഗുസ്തോ ലാ കാസ. ലാ യൂസ് ചെയ്തത്, കാസ ഫെമിനിയലാണ്, ദി എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ ലാ വരുന്നത്. അപ്പോൾ നമ്മൾ ലാ ആഡ് ചെയ്യും, സിംഗുലർ ഫെമിനിയൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് പറയാം ഐ ലൈക്ക് ദ ഹൗസസ് എന്ന് പറയണം. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ദി
രണ്ടിടത്തും ദിയാണ്. അത് ഫെമിനീൻ ആക്കണമെന്നില്ല, മസ്കുലിൻ ആക്കണം. പക്ഷേ സ്പാനിഷിൽ അത് ഫെമിനീൻ ആക്കണം. പിന്നെ അത് പ്ലൂറലാണോ എന്നും കൂടെ നോക്കണം. അപ്പം ലാക്കാസ മാറി മേ ഗുസ് ഐ ലൈക്ക്. ഒരുപാട് ഹൗസസ് ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലാസ് ആവും, ഹൗസസ് ആവും. അപ്പം ലാസ് കാസസ്, മേ ഗുസ്താറോൺ ലാസ് കാസസ്. മനസ്സിലായോ? ഇനി അത് ഞാൻ. ഇനി അത്തിയാണെങ്കിലോ, അത്തി എന്ന് പറഞ്ഞാൽ ടു യു അത്തി. അപ്പോൾ മേ ചേഞ്ച് ആയിട്ട് തേ വരും. ഇപ്പം ഗുസ്ത അതുപോലെ നിൽക്കും, ഗുസ്തോയ്ക്ക് മാറ്റമില്ല. തെ ഗുസ്തോ. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കും തെ ഗുസ്തോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനാണ്. തെ ഗുസ്തോ, ഡു യു ലൈക്ക് ഇറ്റ്, യു ലൈക്ഡ് ഓർ ലൈക്ക്. നമ്മളിവിടെ പാസ്റ്റ് ആണ്. അപ്പോൾ ഗുസ്തോ, അത് പ്രസൻ്റ് ആണ്. തെ ഗുസ്ത എന്ന് ചോദിച്ചാൽ മതി. അപ്പം തെ ഗുസ്തോ അത് പ്ലൂറൽ ആയ സംഭവമാണ്. നമ്മൾ തെ ഗുസ്താറോൺ. ഇനി തേ മാറിയിട്ട് a ella, a él, a usted, to her, to him, to you ഫോർമൽ. ഇവിടെ നമ്മൾ യു പഠിക്കുമ്പോൾ രണ്ട് രീതി പഠിക്കുന്നുണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഓക്കെ. അപ്പോൾ a ella, a él, to her, to him, to usted. അവിടെ നമ്മൾ ഏത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യുന്നത്? le gusto. ഇപ്പം ഞാൻ ഇച്ചിരി പറഞ്ഞില്ല, ഒരാളോട് ചോദിച്ചു എൻ്റെ കൂടെയുള്ള te gusto എന്ന് ചോദിച്ചത്. അപ്പം നമുക്കതൊരു ഫോർമലിലേക്ക് ചോദിക്കണമെങ്കിൽ ആ തേ മാറ്റിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യും? le gusto. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അവരോട് പോയി te gusto എന്ന് ചോദിക്കുന്നത് le gusto. ഉസ്തേഡാണ് അവിടെ വരുന്നത്, തു അല്ല. ഉസ്തേഡിൻ്റെ ഒബ്ജക്റ്റ് പ്രോനൗണാണ് le gusto. അപ്പോൾ അത് ഹിം, ഷീ ലൈക്ഡ്, ഹീ ലൈക്ഡിനെ നമ്മൾ ചോദിക്കണം le gusto. അപ്പോൾ ലേ എന്നുള്ളത് 3 പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, 3 സബ്ജക്റ്റ് പ്രോനൗണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മീ അമി അത്തി ആയ ഇത് 3 നമ്മൾ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഇത് 3 ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എല്ലാം സിംഗുലർ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. മനസ്സിലായോ? ഇങ്ങനെ 6 പേഴ്സൺസ് ഇവിടെ ഉണ്ട്. 3 സിംഗുലർ, താഴെയുള്ള 3 പ്ലൂറലാണ്. അപ്പോൾ a nosotros അല്ലെങ്കിൽ a nosotras, to us, we റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ a nosotros അവരുടെ ഒബ്ജക്റ്റ് പ്രോനൗൺ nos gustó. വിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം nos gustó, we liked. ഗുസ്താറോൺ അത് മാറ്റില്ല. ഗുസ്തോ എല്ലാവർക്കും ഗുസ്തോയാണ് സിംഗുലർ ഒബ്ജക്റ്റ്. ഇവിടെ ഗുസ്താറോൺ പ്ലൂറലാണെങ്കിൽ ഗുസ്താറോൺ. ഒള്ളി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ്. മനസ്സിലായോ? ഇനി ആ ഒസോത്രോസ് ഓർ ഒസോത്രാസ്, യു ഓൾ ലൈക്ക്. അപ്പോൾ അതിൻ്റെ ഓസ് നമ്മൾ os gusto, os gustaron. ഇനി a ellos, a ellas, a ustedes 3 സബ്ജക്റ്റ് പ്രോനൗൺസ് ഉണ്ട് അവിടെ. to them, to you all are. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് les gusto, les gustaron. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാറ്റം ഈ ഗുസ്തോ മാറുന്നില്ല, ഗുസ്താറോൺ മാറുന്നില്ല. ഉള്ളി നമ്മൾ ഈ ഒബ്ജക്റ്റ് പ്രോനൗൺ
ആരാണ് അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മാറ്റിയാൽ മതി. ഇനി നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ മെഗൂസ്തോ ലാ കാസ. അപ്പൊ ലാ കാസ എന്ന് പറയുന്നത് ഒരു ഫെമിനിയൻ ആയതുകൊണ്ട്, ഫെമിനിയൻ നൗൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഞാനൊരു മെസ്കുലൈൻ നൗൺ കൊടുത്തിട്ടുണ്ട്, പേറോ ഡോഗ്, പേറോസ് ഡോഗ്. അപ്പം ഞാൻ പറയാം ഐ ലൈക്ക് ദ ഡോഗ്. അപ്പം മേ ഗുസ്തോ എൽ പേറോ, എല്ലാ യൂസ് ചെയ്തത്. ഈ എൽ എന്ന് പറയുന്നത് ദി എന്നുള്ള എല്ലാണ്. ഇവിടെ നമ്മളൊരു എൽ കൊടുത്തിരിക്കുന്നത് ഒരു ആക്സെന്റ് മാർക്ക് ഈയുടെ അപ്പിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹി ആണ്. ഇവിടെ നമ്മൾ എൽ എന്ന് പറഞ്ഞാൽ ദി ആണ്, ദി ഡോഗ് ആണ്. ആ രണ്ട് എല്ലിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. വെറുതെ ഒരു എല്ലാണ്. ഈ മറ്റേത് എൽ എന്ന് പറയും. അപ്പം മെഗൂസ്തോ എൽ പെറോ എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ദ ഡോഗ്. ഇനി ഞാൻ പറയാണ് ഐ ലൈക്ക് കുറേ പട്ടികൾ, ഡോഗ്സ് ഉണ്ട്, ഐ ലൈക്ക് ഓൾ ഡോഗ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? നമ്മൾ എൽ എന്നുള്ളത് ദി എന്നുള്ളതിൻ്റെ പ്ലൂറലാക്കണം. അത് ലോസ് ആണ്. അപ്പം ലായുടെ പ്ലൂറൽ ലാസ്, എല്ലിൻ്റെ പ്ലൂറൽ ലോസ്. അതുപോലെ ഡോഗിനെ നമ്മൾ പ്ലൂറലാക്കണം. അപ്പം പേറോസ് എന്നാക്കണം. ലോസ് പേറോസ്, ലോസ് പേറോ പറയരുത്, ലോസ് പേറോസ്. അപ്പം മെഗുസ്താറോൺ ലോസ് പേറോസ്. കണ്ടാ, മെഗുസ്തോ ലോസ് പേറോസ് തെറ്റാണ്. ഗുസ്തോ എന്നുള്ളത് പ്ലൂറലാക്കണം, ദി എന്നുള്ളത് ലോസ് ആക്കണം. പിന്നെ ഡോഗ്സ് അതും പ്ലൂറലാണ്. ഇതെല്ലാം നമ്മൾ പ്ലൂറൽ. ഒള്ളി മാറാത്തത് മേ ഉള്ളൂ, ആയി. ഇവിടെ അതുപോലെ നിൽക്കും. മെഗുസ്താറോൺ ലോസ് പേറോ, മെഗുസ്തോ ലാ കാസ, me gustaron las casas, me gustó el perro, me gustaron los perros. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് gustar, to like, to be pleased, and past tense. Gustar in the indicative preterite. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് എനിക്ക് അടുത്ത വീഡിയോയിലേക്കും കടക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ കാണിക്കുക, പറയുക, എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എന്താ പറയണ്ടേ? ഹസ്ത ലുവേഗോ, അഡിയോസ്, ബൈ.